ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. ലോകത്തിലെ സകല നിയമങ്ങളും ഇല്ലാതായാലും നന്മയിലേക്ക് നയിക്കാൻ പര്യാപ്തമായതാണ് യേശു കർത്താവിൻ്റെ മലമുകളിലെ പ്രസംഗമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടതും ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നുന്നതെങ്കിലും ഒരു മനുഷ്യായുസ്സിൻ്റെ ഭാഗ്യാവസ്ഥയെപ്പറ്റി ഒരുപാട് പേരെ സാക്ഷി നിർത്തി വിവരിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. വാക്യം 3-4. വേദനകളെ പരിഗണിക്കപ്പെടുന്നതാണ് യേശുവിൻ്റെ ഭാഗ്യദർശനം. അതാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ തന്നെ സാരം. ഭാഗ്യവാന്മാർ എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളെയാണ് യേശു ഭാഗ്യത്തിന് യോഗ്യതയുള്ളവർ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ദരിദ്രർ, ദുഃഖിക്കുന്നവർ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനത്തെ ആഗ്രഹിക്കുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ എന്നിവർക്ക് കൂട്ടായി നിൽക്കാൻ ചിലപ്പോൾ ആരും കാണില്ല. ഭാഗ്യമില്ലാത്തവരായി പോയല്ലോ എന്ന് സ്വയം പരിതപിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമാകാം. പക്ഷേ ദൈവം അവരുടെ പക്ഷത്താണ്. അതായത് ദൈവം സ്വന്തം പക്ഷത്തുണ്ടാകുക എന്നതാണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ എന്നത് ഇനിയും പിടികിട്ടാത്തവർ ആരും കാണില്ല എന്നറിയാം. യേശുവിൻ്റെ ആ നിലപാടാകണം യേശുവിൻ്റെ ശിഷ്യന്മാരുടേതും എന്നതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ പരമമായ ലക്ഷ്യം. എന്ന് വെച്ചാൽ ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്നവരെ യഥാർത്ഥ ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കുന്ന ചാലക ശക്തികളായി മാറാനുള്ള നമ്മുടെ സാധ്യതകളുടെ വാതായനമാണ് യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. വാക്യം 5, 6, 7. ഭാഗ്യാവസ്ഥ വന്നു ചേരുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ക്ഷണമാണ് ഈ വരികളുടെ ആശയം. നമ്മുടെ വഴി നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. തികച്ചും വ്യത്യസ്ത വഴിയാണ് യേശു അവതരിപ്പിക്കുന്ന ഈ ഭാഗ്യദർശനത്തിൻ്റെ വഴി. നമ്മൾ വെച്ചു പുലർത്തുന്ന സാധാരണ ഭാഗ്യ സങ്കല്പ വഴികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയുണ്ട് ഈ വഴിക്ക്. മനുഷ്യരുടെ കണ്ണുനീര് തുടയ്ക്കാനായി നാം കാണിക്കുന്ന വ്യഗ്രതയാണ് ഒരു ശിഷ്യന്റെ ഭാഗ്യം എന്നതാണ് സാരം. വേദന അനുഭവിക്കുന്നവരിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രകളാണ് നമ്മെ ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കുന്നത്. ആ വഴികളിൽ നടക്കാൻ ലോകത്തിൻ്റെ ഭാഗ്യദർശനങ്ങൾ ഒരു തടസ്സമായി മാറാൻ ഇടയുണ്ട്. കാരണം ഭാരമുള്ള പൊക്കണവും സഞ്ചാരത്തെ ദുസ്സഹമാക്കുന്ന സഞ്ചിയും ഒക്കെയാണ് ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ വേദപുസ്തകം വെച്ചു നീട്ടുന്ന ഭാഗ്യാവസ്ഥയിൽ നിന്നും നാം ഒരുപാട് ദൂരത്താകാൻ ഇടയുണ്ട്. അല്ലെങ്കിലും ധനത്തിൽ നിന്നും സ്വത്തിൽ നിന്നും മാന്യമായ ഒരകലം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വാരിക്കൂട്ടുന്നതിലല്ല, വിതരണം ചെയ്യുമ്പോഴാണ് ഭാഗ്യം വന്നു ചേരുന്നത്. സ്വന്തമാക്കുന്നതിലല്ല, പങ്കുവെക്കുന്നതിലാണ് ഭാഗ്യം. എന്ന് വെച്ചാൽ ആത്മാവിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം അപരനിലേക്ക് നമ്മെ എത്തിക്കുന്ന കാരുണ്യമായി മാറണം. ഒരാളുടെ ദുഃഖാനുഭവം കാണുമ്പോൾ കരുണയുള്ള കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിൻ്റെ ഉറവ ഒഴുകും. തിരുവള്ളൂർ ഉരുവിട്ടതുപോലെ കണ്ണിൽ നനവില്ലെങ്കിൽ മുഖത്തുള്ളത് കണ്ണല്ല, 2 കിണ്ണമാണ് എന്നോർക്കാം. മറ്റുള്ളവരുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരത്രയും നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകി ഇറങ്ങുകയും എന്നിട്ട് അവരോട് കരുണയോടും ഹൃദയശുദ്ധിയോടും നീതിയോടും കൂടെ ഇടപെടാൻ കഴിഞ്ഞാൽ ഭാഗ്യാവസ്ഥയുടെ വഴി നമ്മുടെ മുമ്പിലും തുറക്കപ്പെടും എന്നതാണ് ഈ വരികളുടെ ഒരാശയം. ചുരുക്കത്തിൽ കരുണ കാണിക്കുന്നവർക്ക്
കരുണ കിട്ടുമെന്ന് സാരം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വാക്യം 9. മനോഭാവം മാറ്റുകയാണ് ഭാഗ്യാവസ്ഥ എന്നുള്ളതാണ് ആശയം. എന്ന് വെച്ചാൽ സാധാരണ നിലവിലുള്ള വിചാരം സമാധാനമുള്ളവരാണ് ഭാഗ്യവാന്മാർ എന്നാണല്ലോ. അല്ല, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ശരിക്കും ഭാഗ്യവാന്മാർ എന്നുള്ളതാണ് ഈ വരികൾ തരുന്ന ബോധ്യം. സമാധാനം ഉണ്ടാക്കാനുള്ളതാണ് എന്നുകൂടെ ധ്വനിയുണ്ട് ഈ വരികളിൽ. എന്തും ഉണ്ടാക്കിയെടുക്കാൻ, നിർമ്മിച്ചെടുക്കാൻ ഇത്തിരി അധ്വാനം വേണം. നാം ജീവിക്കുന്ന ഇടങ്ങളിൽ ഇത്തിരി സമാധാനം താ എന്ന് കെഞ്ചുന്നവർ ഒരുപാട് പേരുണ്ട്. സമാധാനം രാജ്യം ഭരിക്കുന്ന കാലം ആരെങ്കിലും ഉണ്ടാക്കിത്തരും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ സമാധാനം ഇല്ലാതെ മരിക്കേണ്ടി വരും. അല്ല, സമാധാനം സൃഷ്ടിക്കേണ്ടുന്നത് ഞാനാണ് എന്ന മനോഭാവമാണ് ഇന്നിൻ്റെ അനിവാര്യത. മനുഷ്യർ നമ്മൾ ഇത്തിരി കൂടെ കരുണയും സൗമ്യതയും നീതിയും ഉള്ളവരായാൽ തന്നെ അനേകരുടെ അസമാധാനത്തിന് അറുതി വരും. സമാധാനത്തെ കെടുത്തിക്കളയുന്ന ജീവിത ചുറ്റുപാടുകളിലേക്ക് ഒരൽപ്പം കരുണ കാണിക്കാൻ കഴിയുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്. മനോഭാവത്തെ മാറ്റാൻ ഇടയാകട്ടെ. അല്ലെങ്കിലും സമാധാനം സമ്മാനിക്കാത്ത മനോഭാവമാണ് ഇപ്പോൾ നാം കൊണ്ടു നടക്കുന്നത് എങ്കിൽ ഉറപ്പായും അത് മാറ്റേണ്ടതാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ദൈവം ആഗ്രഹിക്കുന്നതും നമ്മൾ സമാധാനമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം സമാധാനം തരുന്ന ദൈവവുമാണ്. ആമേൻ.